ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CBSE 9th ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള ഏർലി ഹ്യൂമൻസ് ആൻഡ് ബിഗിനിങ് ഓഫ് ദി സിവിലൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതാണ് പീരീഡ്സ് ഇൻ ഏർലി ഹ്യൂമൻ ഹിസ്റ്ററി. നമ്മുടെ ഹിസ്റ്ററിയിൽ പ്രധാനപ്പെട്ട 6 പീരീഡ്സ് ഉണ്ട്, 6 ഘട്ടങ്ങളുണ്ട്. അത് നാം ഓരോരുത്തരും എന്ത് ചെയ്യേണ്ടതുണ്ട്, നിർബന്ധമായിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ ഏതൊക്കെയാണ് 6 ആദ്യം നമ്മൾ പറയുന്നത് പാലിയോലിത്തിക് ഏജ് ആണ്. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ മെസോലിത്തിക് ഏജ്, തേർഡ് വൺ നിയോലിത്തിക് ഏജ് ആൻഡ് ഫോർത്ത് വൺ ചാൽക്കോലിത്തിക് ഏജ്. ഓരോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫിഫ്ത്ത് വൺ ആണ് ബ്രോൺസ് ഏജ് ആൻഡ് ലാസ്റ്റ് വൺ അയൺ ഏജ്. ഇങ്ങനെ 6 ഏജുകളാണ് പ്രധാനമായിട്ടും ഹ്യൂമൻ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ സാധിക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ഓരോ നമുക്ക് ഡിസ്കസ് ചെയ്താലോ? സാർ ഓരോന്നും നോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ആദ്യം പറയുന്നത് ഏതാണ്? പാലിയോലിത്തിക് ഏജ്, അഥവാ അതിനറിയപ്പെടുന്നത് ഓൾഡ് സ്റ്റോൺ ഏജ് എന്ന പേരിലാണ് പാലിയോലിത്തിക് ഏജ് അറിയപ്പെടുന്നത്. എന്തൊക്കെയാണ് അവിടെ പ്രധാനപ്പെട്ട അവരുടെ ലൈവ്ലിഹുഡ്, അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട അവരുടെ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് ഹണ്ടിങ് ആൻഡ് ഗേദറിംഗ് ആയിരുന്നു. വേട്ടയാടലും ശേഖരണവുമായിരുന്നു പ്രധാനപ്പെട്ട അവരുടെ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത്. ആൻഡ് സിമ്പിൾ സ്റ്റോൺ ടൂൾസ് ആണ് അവർ ഉപയോഗിച്ചത്, അഥവാ റഫ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. അതിൽ കാര്യമായിട്ടുള്ള മോഡിഫിക്കേഷനോ കാര്യങ്ങളൊന്നും അവരെന്താ ചെയ്തിട്ടില്ല, കാര്യമായിട്ട് വരുത്തിയിട്ടില്ല. അതുകൊണ്ട് മനസ്സിലാക്കണം, സിമ്പിൾ സ്റ്റോൺ ടൂൾസ് ആയിരുന്നു ഏത് കാലത്ത് ഉപയോഗിച്ചിരുന്നത്? പാലിയോലിത്തിക് ഏജിൽ ഉപയോഗിച്ചിരുന്നത് മനസ്സിലാക്കണം. ആൻഡ് സെക്കൻഡ് വൺ മെസോലിത്തിക് ഏജ് ആണ്. ഏതാണ് മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത്? എന്താണെന്ന് അറിയോ? അത് പാലിയോലിത്തിക് ഏജിൽ നിന്നും നിയോലിത്തിക് ഏജിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ പീരീഡിനെ വിളിക്കുന്ന പേരാണ് മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. എന്തായിരുന്നു അവരുടെ? മൈക്രോലിത്തിക് ടൂൾസ് ആണ്. മൈക്രോലിത്തിക് ടൂൾസ് എന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന ടൂൾസിനെ വിളിക്കുന്ന പേര് ഇവിടെ സിമ്പിൾ സ്റ്റോൺ ടൂൾസ് ആണ് നമ്മൾ പറഞ്ഞത്. റഫ് സ്റ്റോൺ ടൂൾസ് ആയിരുന്നു പാലിയോലിത്തിക് ഏജിൽ. മെസോലിത്തിക് ഏജിലേക്ക് വന്നപ്പോൾ മൈക്രോലിത്തിക് ടൂൾസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് വെരി സ്മോൾ ടൂൾസ് ആണ്. എന്താണ്? വെരി സ്മോൾ ടൂൾസ് ആയിരുന്നു അവർ എവിടെ ഉപയോഗിച്ചിരുന്നത്? മെസോലിത്തിക് ഏജിൽ ഉപയോഗിച്ചിരുന്നത് മനസ്സിലാക്കണം. ദെൻ ട്രാൻസിഷൻ ടു അഗ്രികൾച്ചർ, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. അതായത് ചെറിയ രീതിയിലൊരു അതുവരെ അവരെന്തിലായിരുന്നു? നമ്മൾ പറഞ്ഞു ഈ ഒരു പാലിയോലിത്തിക് ഏജിലായ സമയത്ത് അവരുടെ പ്രധാന ജോബ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സാർ പറഞ്ഞു ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് ആയിരുന്നു. മെസോലിത്തിക് ഏജിലേക്ക് വന്നപ്പോൾ അതിലേക്ക് പുറമെ എന്തും കൂടി വന്നു? ഫിഷിംഗ് കൂടി വന്നു. എന്നാൽ അതൊരു മെസോലിത്തിക് ഏജിന്റെ അവസാന കാലഘട്ടമായപ്പോഴാണ് ആളുകൾ എന്തിലേക്ക് എൻഗേജ് ആവാൻ തുടങ്ങുന്നത്? ഇതിനോടൊപ്പം തന്നെ അഗ്രികൾച്ചറും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ മൂന്നാമത്തെ പീരീഡ് പറയുന്നത് നിയോലിത്തിക് ഏജ് അഥവാ ന്യൂ സ്റ്റോൺ ഏജ് എന്ന് പറയും. ഏതാണ്? ന്യൂ സ്റ്റോൺ ഏജ് അഥവാ സ്റ്റോൺ ടൂൾസ് ഉപയോഗിക്കുന്ന ലാസ്റ്റ് പീരീഡ് ആയിട്ട് നമുക്ക് എന്തിനെ കൺസിഡർ ചെയ്യാം? ചാൽക്കോലിത്തിക് ഏജ് ഉണ്ട്, എന്നാൽ ലാസ്റ്റ് സ്റ്റോൺ ടൂൾസ് മാത്രം യൂസ് ചെയ്ത പീരീഡാണ് നിയോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് അവിടെ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്? അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു. കൃഷി ആരംഭിക്കുന്നത് ഏത് കാലത്താണ്? ഇവിടെ ഒരു തുടക്കം മാത്രമാണ്, എന്നാൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് കാലത്താണ്? നിയോലിത്തിക് പീരീഡിലാണ്. അതുപോലെ തന്നെ സെറ്റിൽഡ് ലൈഫാണ്, ആളുകൾ സ്ഥിരവാസം ആരംഭിച്ചു. നമുക്കറിയാം അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് അഗ്രികൾച്ചർ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ആ ഏരിയ കുറച്ച് അവിടെ നിൽക്കൂലേ, അത് ഹാർവെസ്റ്റ് ചെയ്യുന്നവരെ അവിടെ നിൽക്കും. അങ്ങനെ അത് പിന്നെ പെർമനന്റ് ആയിട്ട് ആളുകൾ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. ദെൻ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങുന്നത് ഏത് കാലത്താണ്? നമ്മൾ പറയുന്ന നിയോലിത്തിക് പീരീഡിലാണ്. ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്, മറക്കരുത്, ഇവിടെ സിമ്പിൾ സ്റ്റോൺ ടൂൾസ് ആണ്, ഇവിടെ മൈക്രോലിത്തിക് ആണ് മെസോലിത്തിക്കിൽ. ആൻഡ് നിയോലിത്തിക്കിലേക്ക് വന്നപ്പോൾ പോളിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഒന്നും കൂടി അവർ ഡെവലപ്ഡായി, ഒന്നും കൂടി നല്ല ഷാർപ്പായിട്ടുള്ള സ്റ്റോൺ ടൂൾസ് എല്ലാം അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് ഏത് കാലത്താണ്? നിയോലിത്തിക് പീരീഡിലാണെന്ന് മനസ്സിലാക്കണം. പിന്നെ പറയുന്നത് ചാൽക്കോലിത്തിക് ഏജ് ആണ്. എന്താണ് ചാൽക്കോലിത്തിക് ഏജ് ആണ്? വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത് ഇത്രേ ഉള്ളൂ. ആ കാലത്ത് അവരെ കോപ്പറും പ്ലസ് സ്റ്റോൺ ടൂൾസും അഥവാ കോപ്പർ ടൂൾസും അതുപോലെ തന്നെ സ്റ്റോൺ ടൂൾസും ഒരുമിച്ച് ഉപയോഗിച്ചിരുന്ന കാലത്തെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. നോക്കൂ, കോപ്പർ ആൻഡ് സ്റ്റോൺ ടൂൾസ്, ബിഗിനിങ് ഓഫ് മെറ്റലർജി. ആദ്യമായിട്ട് അപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഫസ്റ്റ് യൂസ് ചെയ്ത മെറ്റൽ ഏതാണെന്ന് ചോദിക്കും. ഏതാണ് അത്? മനസ്സിലാക്കേണ്ടത് കോപ്പറാണ്. ഏതാണ്? കോപ്പറാണ്. അത് മാത്രമല്ല ഇവിടെ പറയുന്ന ഒരു മെറ്റലർജി എന്ന് പറയുന്ന മെറ്റൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് പീരീഡ് ഏതാണ്? ചാൽക്കോലിത്തിക് പീരീഡ് ആണ്. അപ്പോൾ സ്റ്റോൺ ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എന്ത് മാത്രമുള്ള സ്റ്റോൺ ടൂൾസ് ആണ്. സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്ത പീരീഡ് സ്റ്റോൺ ഏജ് പറഞ്ഞാൽ. ഇനിയോ ഇവിടെ ഈ ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോൺ ടൂൾസും അതുപോലെ തന്നെ കോപ്പർ ടൂൾസും യൂസ് ചെയ്ത പീരീഡ് ആണ്. ഇനി മെറ്റൽ ഏജ് എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റൽ ടൂൾസ് യൂസ് ചെയ്ത പീരീഡ്. അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്. സോ അടുത്ത ബ്രോൺസ് ഏജ്. ബ്രോൺസ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് കോപ്പറും അതുപോലെ തന്നെ
ടിൻ എന്ന് പറയുന്ന മെറ്റലും കൂട്ടിയിട്ടാണ് എന്തുണ്ടാക്കുന്നത്, ബ്രോൺസ് ഉണ്ടാക്കുന്നത്. സോ ആ ബ്രോൺസ് ഏജിലാണ് ആളുകൾ എന്ത് തുടങ്ങുന്നത്, ടൗൺസ്, ട്രേഡ്, അതുപോലെ തന്നെ ഏർലി സിവിലൈസേഷൻ ആദ്യമായിട്ട് ഒരു അഡ്വാൻസ്ഡ് സൊസൈറ്റി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് കാലത്താണ്, ബ്രോൺസ് ഏജിലാണ്. നമുക്ക് ബ്രോൺസ് ഏജ് സിവിലൈസേഷനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനുണ്ട്. നമ്മളെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, ഇതൊക്കെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള സിവിലൈസേഷൻസ് എല്ലാം ആരംഭിക്കുന്നത് ഈ ബ്രോൺസ് കണ്ടെത്തിയതോടുകൂടി അഗ്രികൾച്ചർ എല്ലാം സ്ട്രോങ് ആയിട്ട് മാറി. അതിൻ്റെ ഭാഗമായിട്ട് വലിയ തരത്തിലുള്ള മൂവ്മെൻറ്റും എന്താ പറയുക ട്രേഡ് ഉണ്ടായ ട്രേഡിൻ്റെ ഭാഗമായിട്ട് നല്ല അഡ്വാൻസ്ഡ് സൊസൈറ്റി കാര്യങ്ങളൊക്കെ എമർജ് ചെയ്ത് വന്നെന്ന് മനസ്സിലാക്കണം. ദെൻ അയൺ ഏജ് ആണ്. എന്താണ് അയൺ ഏജിനെ കുറിച്ച് പറയുന്നത്, അയൺ മെറ്റലർജി. പിന്നീട് ഒന്നും കൂടി ആളുകൾ അഡ്വാൻസ്ഡ് ആയിട്ട് മാറിയിട്ട് അയൺ യൂസ് ചെയ്യാൻ തുടങ്ങി. സ്ട്രോങ്ങർ ടൂൾസ് ആൻഡ് അഡ്വാൻസ്ഡ് സൊസൈറ്റി, ഒന്നുകൂടി ടൂൾസിനാണ് സ്ട്രോങ് കൂടി. നമുക്കറിയാം കോപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെമ്പ് കമ്പി എന്ന് പറയില്ലേ, നമ്മൾ ചില വയറിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കോപ്പർ കാണാൻ സാധിക്കും. അത് നമുക്ക് ഇങ്ങനെ ചുരുട്ടിയാലൊക്കെ എന്ത് ചെയ്യും, അത് ഷേപ്പ് മാറ്റാൻ സാധിക്കും. ബ്രോൺസും കുറച്ചും കൂടി സ്ട്രോങ് ആണ്. അതിനേക്കാളും സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു എന്തെന്ന് പറയുന്നത് അയൺ എന്ന് പറയുന്നത്. അയൺ ടൂൾസ് എല്ലാം വന്നതോടുകൂടി അഗ്രികൾച്ചറും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി എന്താവാൻ തുടങ്ങി, സ്ട്രോങ് ആയിട്ട് മാറാൻ തുടങ്ങി. അത് മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന പലതരത്തിൽ അഗ്രികൾച്ചറിൽ എന്തുണ്ട് കൂടി നമുക്കറിയാം ട്രേഡ് ഉണ്ടാകുന്നത് എങ്ങനെ, അഗ്രികൾച്ചറിൽ നല്ല സ്ട്രോങ് പ്രൊഡക്ഷൻ, സർപ്ലസ് പ്രൊഡക്ഷൻ എന്ന് പറയും. അഗ്രികൾച്ചറിൽ സർപ്ലസ് പ്രൊഡക്ഷൻ ആയപ്പോൾ അത് എന്തിന് കാരണമായി, ട്രേഡിന് കാരണമായി. അപ്പോൾ ഈ ട്രേഡ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രേഡ് എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വേണ്ടി വരും. അങ്ങനെ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഫോം ചെയ്തു. അങ്ങനെ പുതിയ ഭരണം കാര്യങ്ങൾ, രാജാവ് കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ എന്തായി, നമ്മുടെ സൊസൈറ്റി ഒന്നും കൂടി ഡെവലപ്പായി മാറി എന്നാണ് പറയുന്നത്. സോ ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് എന്തിനെ കുറിച്ച് പറയാനുള്ളത്, ഏർലി ഹ്യൂമൻ ഹിസ്റ്ററിയിലെ പീരീഡിനെ കുറിച്ച് പറയാനുള്ളത്. 6 പീരീഡ് ആണ്. പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, ചാൽക്കോലിത്തിക് ഏജ്, ബ്രോൺസ് ഏജ് ആൻഡ് ലാസ്റ്റ് വൺ അയൺ ഏജ്. ഇങ്ങനെ 6 ഉണ്ടെന്ന് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. മേ ബി എസ് ആയിട്ടൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ആണ്. സോ ഇതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് സാർ വരാം. അതുവരെ ബൈ.